ഓക്കെ, ഹലോ എവരി വൺ. നമുക്കിനി കാണേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോർഷൻ എന്ന അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. പി ആൻഡ് എൽ അപ്പോർഷൻമെൻറ്റ് അക്കൗണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെന്തല്ല, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സാധാരണ ഒരു ബിസിനസ്സിന് വരയ്ക്കും പോലെ വരച്ചതിന് ശേഷം നമ്മൾ വരയ്ക്കുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. പേര് പറയുന്നത് പോലെ എന്താ നടക്കുന്നത്? ഇവർ കണ്ടെത്തിയ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, അതിൻ്റെ അപ്രോപ്രിയേഷനാണ്, അതിൻ്റെ വീതം വയ്ക്കലാണ് ഇവിടെ നടക്കുന്നത്, ഈ ഒരു അക്കൗണ്ടിനകത്ത് നടക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്താണ് ഈ അക്കൗണ്ടിനകത്ത് ചെയ്യേണ്ടി വരിക എന്ന് നോക്കാം. ഞാനൊന്നൊരു വെറൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണം, വൈറ്റ് ബോർഡിൻ്റെ അകത്ത് ചെയ്യണം. സാധാരണ ഞാൻ എക്സലിലാണ് കാൽക്കുലേഷൻസ് ചെയ്യാറ്. ഏതാണ് ബെറ്റർ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ തന്നെ പറയാം ഏതാണ് ബെറ്റർ എന്ന്. ചിലർ പറയുന്നു വൈറ്റ് ബോർഡിൽ കൂടുതൽ നോക്കിക്കൂടെ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ നോക്കാം ഏതാണ് ബെറ്റർ, നിങ്ങൾ തന്നെ പറയാം. നമ്മുടെ കയ്യിൽ ഇതാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അയൺ മാൻ ആൻഡ് താനോസ് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് കഥാപാത്രങ്ങളാണല്ലോ. എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി പറഞ്ഞു തന്നൊരു പേരുകളാണ്. അയൺ മാൻ ആൻഡ് താനോസ് സ്റ്റാർട്ടഡ് എ വർക്ക്ഷോപ്പ് ഇൻ പാർട്ണർഷിപ്പ് ബൈ ബ്രിങ്ങിങ് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ്, അത് 45,000 ആണ് കേട്ടോ, തെറ്റിപ്പോയതാണ്, ഒരു 0 കൂടി പോയതാണ്. 45,000 ആൻഡ് റുപ്പീസ് 50,000. അപ്പോൾ നമ്മളെ അയൺമാനും താനോസും കൂടെ എന്ത് ചെയ്യാണ്, ഒരു വർക്ക്ഷോപ്പ് പാർട്ണർഷിപ്പിൽ അങ്ങ് തുടങ്ങുകയാണ്. ഈ വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൺമാൻ എത്ര രൂപ കൊണ്ടുവന്നു? 45,000 ആണേ, 45,000 കൊണ്ടുവന്നു. താനോസ് എത്ര കൊണ്ടുവന്നു? 15,000 രൂപ കൊണ്ടുവന്നു. ഇങ്ങനെ 2,000 പൈസ കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യാൻ വിചാരിക്കുകയാണ്, എന്തായാലും ഇപ്പോൾ സിനിമയൊന്നുമില്ല, അവഞ്ചേഴ്സൊക്കെ തീർന്നു, ഇനി നമുക്ക് പണിയെടുത്ത് ജീവിക്കാമെന്നും പറഞ്ഞിട്ട് അവരൊരു വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് അവർ പാർട്ണർഷിപ്പിൽ തുടങ്ങുന്നുണ്ടതിന് അവർ എന്തൊരു ചെയ്തിട്ടുണ്ടാവും, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് അവരുണ്ടാക്കിയിട്ടുണ്ടാവും. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിന് അവർ പറയുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവർ പറയുന്നു, അവർ കൊണ്ടുവന്ന റേഷ്യോ നോക്കിയടാ 45,000:15,000 ആണ്. പക്ഷേ അവർ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ഷെയർ ചെയ്യാൻ പോകുന്നത് 3:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും. അതായത് എന്താണ്, പ്രോഫിറ്റ് 5,000 കിട്ടി എന്ന് വയ്ക്കുക. 5,000 പ്രോഫിറ്റ് കിട്ടിയാൽ അതിൻ്റെ 3 ഭാഗം ആർക്ക് പോകും? അതായത് 3,000 രൂപ ആർക്ക് പോകും? അതുകൊണ്ട് അയൺമാന് പോവും. 2,000 ആർക്ക് പോവും? താനോസിന് പോവും. ഇതാണ് ഇവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്തൊക്കെ കണ്ടീഷൻസ് പറയുന്നുണ്ടെന്ന് നോക്കാം. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് എന്താണ്, അയൺമാൻ ഇസ് ദ മെയിൻ വെൽഡർ ഓഫ് ദി വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വെൽഡിങ് പണി ചെയ്യുന്ന ആരാണ്? അയൺമാനാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രോഫിറ്റിൻ്റെ ഷെയറിനുപരി നമ്മുടെ അയൺമാൻ എന്ത് കിട്ടും? 2,500 രൂപ മാസം ശമ്പളം കിട്ടും. ഓക്കെ, സ്വന്തം ബിസിനസ് ആണെങ്കിൽ പോലും അയാൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്താണ്, അയാൾക്ക് 2,500 രൂപ അധികം സാലറി ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മുടെ താനോസും ചുമ്മാ വിട്ടുകൊടുത്തില്ല. താനോസ് എന്ത് ചെയ്തു? താനോസ് വിൽ ബ്രിങ് ഓൾഡ് വെഹിക്കിൾ പാർട്സ്, ഏതൊക്കെയോ തല്ലിപ്പൊളിഞ്ഞ വണ്ടി അല്ലെങ്കിൽ ചുമ്മാ റോട്ടിൽ കിടക്കുന്ന വണ്ടിയുടെ പഴയ വെഹിക്കിൾ പാർട്സൊക്കെ ഉരുക്കൊണ്ട് വരും. എന്നിട്ട് ഫോർ ദ വർക്ക്ഷോപ്പ്, താനോസ് വിൽ ബ്രിങ് ഓൾഡ് വെഹിക്കിൾ പാർട്സ് ഫോർ ദ വർക്ക്ഷോപ്പ് ഫോർ വിച്ച് ഹി ഏൺഡ് എ കമ്മീഷൻ ഓഫ് ₹4,000 ഫ്രം ദ ബിസിനസ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്, 2 പുതിയ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സാലറിയും കമ്മീഷനൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് നമുക്ക് ബിയോണ്ട് ദ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഈ സാലറിയും കമ്മീഷനൊക്കെ എന്തിനാ, സ്വന്തം ബിസിനസ് അല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ചിലവുകളും വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. പക്ഷേ സാലറി അങ്ങനെയല്ല. ഈ സാലറിയും കൂടെ കുറച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് നോക്കുന്നത്, വീതിക്കാനുള്ള പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കുന്നത്. കമ്മീഷൻ്റെ കാര്യമായിരുന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ അത് നമ്മളൊരു എക്സ്പെൻസായിട്ട്, ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസായിട്ട് കണക്കിലെടുക്കും. അതുകൊണ്ട് കുറച്ചും കൂടെ സേഫാണത്. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ കമ്പനിക്ക് വേണ്ടി നമ്മുടെ സ്വന്തം പാർട്ണർഷിപ്പ് ബിസിനസ്സിന് വേണ്ടി പണിയെടുക്കുമ്പോൾ സാലറിയും കമ്മീഷനൊക്കെ എഴുതി ചേർക്കുന്നത്. ഒരു പക്ഷേ ഇത് വർഷങ്ങളായിട്ട് പഠിക്കുന്നവരുടെ മനസ്സിലുള്ളൊരു സംശയമായിരിക്കും. അതൊന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നമ്മുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. പ്രോഫിറ്റോ ലോസോ ആയിക്കോട്ടെ 3:2 എന്ന റേഷ്യോയിൽ ഷെയർ ചെയ്യും. ഈ നമ്മുടെ അയൺമാന് വെൽഡിങ് പണി ചെയ്യുന്നതുകൊണ്ട് 2,500 രൂപ സാലറി കിട്ടണം. താനോസിന് കൊണ്ടുവരുന്ന വെഹിക്കൽ പാർട്സിൻ്റെ എണ്ണം നോക്കി കമ്മീഷൻ കൊടുക്കും. ഈ വർഷം അത് എത്രയാണ്? 4,000. അല്ല, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആവാൻ പറ്റത്തില്ലല്ലോ. പുള്ളി കൊണ്ടുവന്ന പാർട്സ് നോക്കിയിട്ട് കൊടുക്കുന്ന കമ്മീഷൻ ഈ വർഷം 4,000 കിട്ടി. അപ്പോൾ ഹീസ് എൻറ്റൈറ്റിൽഡ് ടു ദ കമ്മീഷൻ. അതാണ് നമ്മുടെ എഗ്രിമെൻറ്റ്. പിന്നെ എഗ്രിമെൻറ്റ് പറയുന്ന ഒരു കാര്യമാണത്, ക്യാപിറ്റൽ വിൽ ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 10% ആൻഡ് ദ ഡ്രോയിങ്സ് വിൽ ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 5%. ഇത് രണ്ടും നമ്മൾ മുൻപ് പറഞ്ഞ കാര്യമാണ്.
ക്യാപിറ്റൽ, ഇവർ തന്നെ കൊണ്ടുവന്ന ക്യാപിറ്റൽ മേൽ ഇവർക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അതായത് ഈ പറഞ്ഞ സാലറിക്കും പ്രോഫിറ്റോ ഷെയറിനൊക്കെ ഉപരിയായിട്ട് എന്ത് കിട്ടും? എല്ലാ വർഷവും 10% പലിശ എന്ന രീതിയിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഫ്രം ദി ബിസിനസ്. അതും ബിസിനസ്സിൻ്റെ എന്താണ്? ഒരു എക്സ്പെൻസാണ്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡ്രോയിങ്സിനും, അതായത് ഇവർക്ക് കൊടുത്തേക്കുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് അവിടെ നിന്ന് ഇവർ പണം വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിനും അവരെന്ത് കൊടുക്കണം? 5% ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം, ബിസിനസ്സിന് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു ഇൻകമാണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ എന്ത് പറയുന്നുണ്ട്? ദിസ് ഇയർ, ഡബ്ല്യു കിടക്കുന്ന ദിസ് ഇയർ ആണ്. ദിസ് ഇയർ ബോത്ത് ഓഫ് ദം മേഡ് എ ഡ്രോയിങ് ഓഫ് ₹1000. അപ്പോൾ ഇവർ ഈ വർഷം 1000 രൂപയുടെ ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള പലിശ ഇവർ കൊടുക്കണം. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചേടാ, ദ ബിസിനസ് എല്ലാം മഞ്ഞുപോലെ, ദ ബിസിനസ് ആൻഡ് എ പ്രോഫിറ്റ് ഓഫ് 4,50,000. അപ്പോൾ എന്ത് പറയുന്നുണ്ട്? നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനല്ല നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? ഈ കിട്ടിയ പ്രോഫിറ്റിനെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇവരുടെ പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അയൺമാൻ എത്ര പ്രോഫിറ്റ് കൊടുക്കണം, താനോസിന് എത്ര പ്രോഫിറ്റ് കൊടുക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തതിന് ശേഷം എന്നുള്ളതാണ് നമ്മുടെ കണ്ടെത്തേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണിത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഹെഡിങ് കൊടുക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോർഷൻ അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്രോപ്രിയേഷൻ ആൻഡ് അലോക്കേഷൻ നമ്മൾ പറയില്ല, അതിൽ അപ്രോപ്രിയേഷൻ ആണത്. ഓക്കെ, ഇനി അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്ത് കാണും? ഡെബിറ്റ് സൈഡും കാണാം, ക്രെഡിറ്റ് സൈഡും കാണാം. ഓക്കെ, അപ്പോൾ 2 സൈഡ്സ് ഉണ്ട്. സാധാരണ ഒരു അക്കൗണ്ട് വയ്ക്കും പോലെ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഓക്കെ, നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ എഴുതി ശീലിക്കുക. ഞാനിപ്പം ബോർഡിൽ നിങ്ങൾ ടീച്ചർമാർ വരയ്ക്കും പോലെ ജസ്റ്റ് വരച്ച് കാണിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ എഴുതി ശീലിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നേക്കുന്ന ഇൻഫർമേഷൻ ക്യാപിറ്റൽ തന്നത് തന്നെയാണ്. അത് നമുക്ക് ജസ്റ്റ് ആ റേഷ്യോ പറയാൻ വേണ്ടിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യണ്ട? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഉദ്ദേശം എന്താണ്? കിട്ടിയ പ്രോഫിറ്റിനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പ്രോഫിറ്റിനെ തന്നെ കാണിക്കാം. നമ്മുടെ പ്രോഫിറ്റ് എവിടെ നിന്നാണ് വരുന്നത്? നമുക്കറിയാം, പ്രോഫിറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതി എമൗണ്ട് എത്ര എഴുതണം? ഈ പറഞ്ഞ 4,50,000. എന്തുകൊണ്ട് ഞാൻ ക്രെഡിറ്റ് സൈഡിൽ എഴുതി എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സ് ചിന്തിച്ചേടാ, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് എവിടെ വരും? ഡെബിറ്റ് സൈഡിലല്ലേ വരത്തുള്ളൂ. അതായത് നമ്മുടെ എക്സ്പെൻസ് കുറവായിരിക്കും, ഇൻകം കൂടുതലായിരിക്കും. ആ കൂടി നിൽക്കുന്ന ഇൻകത്തിന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് സൈഡിലല്ലേ നമ്മൾ എമൗണ്ട് എഴുതത്തുള്ളൂ. ഡെബിറ്റ് സൈഡിൽ എഴുതിയ സാധനത്തിനെ, ഓക്കെ, ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് കണ്ടുപിടിച്ചു? പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കണ്ടുപിടിച്ചു. ആ എമൗണ്ടിനെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കണ്ടുപിടിച്ച സാധനത്തിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഡെബിറ്റിൽ എഴുതിയിരുന്ന ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്യുമ്പം എങ്ങോട്ട് എഴുതണം? ക്രെഡിറ്റിൽ എഴുതണം. അതുകൊണ്ടാണ് ഞാൻ മുന്നും പിന്നും നോക്കാതെ എന്ത് എഴുതിയത്? പ്രോഫിറ്റ് ആണെന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടുത്തെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത്. അപ്പം നമുക്ക് ബിസിനസ്സിന് ഉണ്ടാകുന്നത് ലോസ് ആണെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട, ഇവിടെ എഴുതിയാൽ മതി, ഡെബിറ്റ് സൈഡിൽ എഴുതി തുടങ്ങിയാൽ മതി. ആ ഒരു ഐഡിയ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കറിയാം പ്രോഫിറ്റ് എന്നിട്ടുണ്ട്. കാര്യം ഞാൻ ആദ്യമേ അത് എഴുതിയത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വീതിക്കേണ്ടത് പ്രോഫിറ്റ് തന്നെയാണ്. ഈ പ്രോഫിറ്റിനെ ഇവർക്ക് വീതിച്ച് കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ സാധാരണ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു നേച്ചറിൽ തന്നെ കണ്ടാൽ മതി. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത്, ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസുകളായിരിക്കും. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ബിസിനസ്സിൻ്റെ ഇൻകം ആയിരിക്കും. ഓക്കെ, അതൊന്ന് മനസ്സിലുണ്ടാവട്ടെ. അതൊന്ന് മനസ്സിലുണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, നോക്കാം. ഇനി നമുക്ക് ഓരോ ഇതിലായിട്ട് പോകാം.
ക്യാപിറ്റൽ 45,000 15,000 പറയുന്നുണ്ട്. ഓക്കെ. ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അയൺമാന് 2,500 രൂപ മാസ ശമ്പളം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട അടുത്ത ഫാക്ടർ. അയൺമാന് കിട്ടുന്ന ശമ്പളം ബിസിനസ്സിൻ്റെ എന്താണ്, എക്സ്പെൻസാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ എഴുതണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇത് നിങ്ങൾ പ്രോപ്പർ ജേർണൽ എൻട്രി എഴുതിയാൽ കണ്ടെത്താമെന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അല്ലെ ക്രെഡിറ്റ് ചെയ്യണം, അസറ്റും എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിക്ക് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 2,500 രൂപയാണ് പുള്ളിക്കാരന് ഒരു മാസം കിട്ടുന്നത്. അപ്പോൾ 12 മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് പുള്ളിക്ക് 30,000 രൂപ സാലറി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക, ഡെബിറ്റ് സൈഡിൽ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. എക്സിൻ്റെ സാലറി എന്ന് എഴുതുക. എക്സിൻ്റെ സാലറി എന്ന് എഴുതിയിട്ട് രൂപ എത്രയാണ്, 2,500 രൂപ ഇൻറ്റു 12,000, 30,000 എക്സിൻ്റെ സാലറി ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് പഴയ വെഹിക്കിൾ പാർട്സ് കൊണ്ടുവന്നതിന് താനോസിന് ഒരു 4,000 രൂപ എന്ത് കിട്ടി, കമ്മീഷനായിട്ട് കിട്ടി എന്ന് പറയുന്നുണ്ട്. നോക്കിയടാ, ഈ കമ്മീഷൻ മാസം തോറും അല്ല കൊടുക്കുന്നത്, ആകപ്പാടെ അയാൾക്ക് കിട്ടിയ കമ്മീഷനാണ് ഈ പറഞ്ഞ 4,000 രൂപ. സോ എന്ത് എഴുതുക, സോറി ഞാൻ എക്സിൻ്റെ എഴുതിയല്ലേ, അത് പൊതുവേ പറഞ്ഞ് ശീലിച്ച് പോയതുകൊണ്ടാണ്. ദയവേത് എക്സ് എന്ന് പറയരുത്. ആരാണ് നമ്മൾ എടുത്ത എക്സ്, അയൺമാൻ. എക്സ്മാൻ നോക്കാനുള്ളത് വലിയ പണിയില്ല. അയൺമാൻ സാലറി, അയൺമാനിന് സാലറി ആയിട്ട് എത്ര കൊടുത്തു, 30,000 കൊടുത്തു. ഇനി താനോസിൻ്റെ കമ്മീഷൻ, താനോസിൻ്റെ കമ്മീഷൻ എത്രയാണ്, 4,000 രൂപ. ചെറിയ മനുഷ്യനല്ലേ, 4,000 രൂപ മതി. 4,000 രൂപയാണ് താനോസിന് എന്തായിട്ട് കിട്ടിയ, കമ്മീഷനായിട്ട് കിട്ടിയത്. വീണ്ടും ഓർക്കുക, ഞാൻ ഡെബിറ്റ് സൈഡിൽ എഴുതി എന്തുകൊണ്ട്, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ് ടു ബി കൺസിഡേർഡ്. നോക്കിയടാ, ക്യാപിറ്റലിന്, ഇവർ കൊടുത്ത ക്യാപിറ്റലിന് 10% ഇൻട്രസ്റ്റ് ഉണ്ട്. ആലോചിക്കുക, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ആർക്ക് ഗുണകരമാണ്, നമ്മുടെ ഓണേഴ്സിന് ഗുണകരമാണ്. പക്ഷേ ബിസിനസ്സിന് അത് എക്സ്പെൻസ് ആണ്, ബിസിനസ്സിൻ്റെ ഒരു ചിലവാണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും തന്നെ എഴുതുക. എക്സ്പെൻസ് സൈഡിൽ തന്നെ, ഡെബിറ്റ് സൈഡിൽ തന്നെ എഴുതുക. ഓക്കെ. നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മുടെ എക്സ്പെൻസ് എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ ഇൻകം എഴുതുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നൊരു കോമൺ ഹെഡിങ് കൊടുത്തിട്ട് ഓരോരുത്തർക്കും എത്ര കൊടുത്തു എന്ന് എഴുതും. ആദ്യം അയൺമാൻ എത്ര കൊടുത്തു നോക്കാം. എത്ര കൊടുത്തു എന്ന് പറയണമെങ്കിൽ എന്തറിയണം, അയൺമാനിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്, 4,50,000 അല്ല, ഇനി എൻ്റെ മിസ്റ്റേക്കാണ്, 45,000 ആണ്. 45,000 അയൺമാൻ കൊണ്ടുവന്ന ക്യാപിറ്റൽ. സോ അതിൻ്റെ 10%, അറിയാത്തവർ കാൽക്കുലേറ്റർ നോക്കുക. 45,000-ൻ്റെ 10% 4,500 രൂപയാണ് അയൺമാനിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ ബിസിനസ്സിൽ നിന്ന് തിരിച്ചെടുക്കാതെ അവിടെ തന്നെ ഇട്ടിരിക്കാനുള്ള പ്രേരണയാണ്, ഒരു പോസിറ്റീവ് പ്രേരണയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അയാൾ വിചാരിക്കണം, പിന്നെ ബിസിനസ്സിൽ നിന്ന് പൈസ പിൻവലിക്കണ്ട, അങ്ങനെ കടന്നാൽ എന്ത് ചെയ്യാം, എനിക്ക് ഇൻട്രസ്റ്റ് വർഷം തോറും കിട്ടുമല്ലോ. മനസ്സിലായില്ലേ? അതാണ്. അതേസമയം ഞാൻ അതിനെ പ്രത്യേകിച്ച് പറഞ്ഞു, അതൊരു പോസിറ്റീവ് മോട്ടിവേഷനാണ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേസമയം ക്യാപിറ്റലിൽ നിന്ന് ഫണ്ട് പിൻവലിക്കാതെ ഇരിക്കാനുള്ളൊരു നെഗറ്റീവ് മോട്ടിവേഷനാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഞാൻ പലിശ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് അതെന്താണ്, ഒരു നെഗറ്റീവ് മോട്ടിവേഷനാണ്. ഓക്കെ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആർക്കൊക്കെ എഴുതി, 45,000 ഫോർ അയൺമാൻ, താനോസിന് 15,000-ൻ്റെ 10%. താനോസ് 15,000-ൻ്റെ 10% 1,500 രൂപ. ഇത് നോക്കിയടാ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ ഇവിടെ എങ്ങനെ എഴുതുന്നത്, ഡെബിറ്റ് സൈഡിൽ ബിസിനസ്സിൻ്റെ എക്സ്പെൻസുകൾ എഴുതും, ക്രെഡിറ്റ് സൈഡിൽ ബിസിനസ്സിൻ്റെ ഇൻകം എഴുതും. വെൻ ഇൻകം ഇൻക്രീസ് വി ഷുഡ് ക്രെഡിറ്റ്, വെൻ എക്സ്പെൻസ് ഇൻക്രീസ് വി ഷുഡ് ഡെബിറ്റ്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ വരുമാനമല്ലേ. ഓർക്കുക, ബിസിനസ്സിൽ ഇവർ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്.
ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുത്തേണ്ടി പോവുകയാണെങ്കിൽ എടുത്തേണ്ടി പോകുന്നതിന് എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഇൻകമാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകമാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് രണ്ടുപേരും എത്ര രൂപ വെച്ച് വിഡ്രോ ചെയ്തിട്ടുണ്ട്? 1000 വെച്ച് രണ്ടുപേരും വിഡ്രോ ചെയ്തിട്ടുണ്ട്. 1000 രൂപയുടെ 5%, 100 രൂപയുടെ 5%, 5 രൂപയാണ്. 1000 രൂപയുടെ 5%, 50 രൂപയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മുടെ എൻ്റെ പേരെന്തായിരുന്നു? അയൺമാൻ എത്ര കൊടുക്കും? 50 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കും. താനോസ് എത്ര കൊടുക്കും? അദ്ദേഹവും 50 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. നോക്കിയടാ, ഈ സൈഡ് നമ്മൾ എഴുതി അത്രയും ബിസിനസ്സിന് ഉണ്ടായ ചിലവുകളാണ്. ഇത് ബിസിനസ്സിൻ്റെ വരവുകളാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു, പ്രോഫിറ്റ് കണ്ടെത്തി. എന്നിട്ട് നോക്കിയപ്പോൾ നമുക്കുണ്ടായ മറ്റ് ചിലവുകൾ എന്താണ്? അയൺമാന് സാലറി കൊടുക്കണം, താനോസിന് കമ്മീഷൻ കൊടുത്തു, ഇവർ ക്യാപിറ്റൽ തന്നിട്ടുള്ളതുണ്ട്, അവർക്കുള്ള എന്തും കൊടുത്തു, ഇൻട്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ്സ് നോട്ട് അവർ പാർട്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർക്ക് കിട്ടേണ്ട പൈസ, നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ട സാധനം എത്തിയിട്ടില്ല. ഈ 4,50,000 ഇവർക്ക് ചുമ്മാ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇൻകവും എക്സ്പെൻസും കൺസിഡർ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത്. റിപ്പീറ്റ്, വി ആർ അപ്രോപ്രിയേറ്റിംഗ് ദ പ്രോഫിറ്റ്, അല്ലാതെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തുകയല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ വീതിക്കാൻ പോവുകയാണ്. വീതിക്കുന്നതിന് മുമ്പ് റഫായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തണം. ഓക്കെ, ഞാൻ അപ്പോൾ റഫായിട്ടൊന്ന് കണ്ടെത്താൻ പോവാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബിസിനസ്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 4,50,100 രൂപ. ഓക്കെ, അതായത് ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ക്രെഡിറ്റ് സൈഡ് അറിയാമല്ലോ, നമുക്ക് ഇൻകമാണ് 4,50,100 രൂപയാണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഇൻകം എന്ന് പറയുന്നത്. എക്സ്പെൻസ് നോക്കിയടാ, 30,000 പ്ലസ് താനോസിന് കൊടുത്ത 4,000, 34,000 പ്ലസ് അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6,000, 36,500 രൂപ ഒരു അഡീഷണൽ ചിലവ് വന്നു. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. നമുക്ക് ബിസിനസ്സിന് ഇപ്പോൾ 4,50,100 രൂപയുടെ ഇൻകം ഉണ്ട്, 36,500 രൂപയുടെ എക്സ്പെൻസ് ഉണ്ട്. 36,500 ആണോ? 34, ഓക്കെ സോറി, 36,500 അല്ല, 40,000 രൂപയുടെ എക്സ്പെൻസ് ഉണ്ട് അല്ലേ? 40,000 രൂപയുടെ എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, 30,000, 4,000, 6,000. ഓക്കെ, 40,000 എക്സ്പെൻസ് ഉണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഈ പറഞ്ഞ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് എന്താണ്? ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് കണ്ടെത്തിയതാണ്. ഇത് നമ്മൾ ഓരോ പാർട്ട്നേഴ്സിനും കൊടുക്കുന്ന ചിലവുകളും വരവുകളും ഒക്കെ നോക്കിയിട്ട് ശേഷമുള്ള പ്രോഫിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല, വേണ്ടവർ കാൽക്കുലേറ്റർ ചെയ്യുക. 4,10,100 രൂപ വരും അല്ലേ? ഇതിൻ്റെ ഡിഫറൻസ് ഓർക്കുക, ഇത് റഫായിട്ട് തന്നെ കണ്ടെത്തുക. ഓക്കെ, അതിൻ്റെ കാര്യം എന്താ? നമ്മൾ ഇനിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്രോപ്രിയേഷൻ ചെയ്യാൻ പോകുന്നത്. നോക്കിയടാ, ഈ 4,40,100 എങ്ങനെ വീതിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? അവർ തമ്മിലുള്ള എഗ്രീഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. എന്ത് കിട്ടിയാലും 3:2 എന്ന റേഷ്യോയിൽ അവർ ഷെയർ ചെയ്യും. പലർക്കും ഈ റേഷ്യോ ഷെയർ ചെയ്യുന്ന പരിപാടി അറിയത്തില്ല. അതൊന്ന് നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഷെയർ ചെയ്യേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 4,10,100 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഷെയർ ചെയ്യേണ്ടത്. ഇതിനെ ഷെയർ ചെയ്യേണ്ട റേഷ്യോ 3:2 എന്നാണ്. അതായത് 3:2 എന്ന് പറഞ്ഞാൽ ഞാനിതിനെ 5 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു 4ലേക്ക്. ഓക്കെ, 1, 2, 3, 4, 5 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ കിട്ടിയ തുകയിനെ, എങ്കിൽ അതിൽ 3 ഭാഗം ആദ്യത്തെ ആക്കും, 2 ഭാഗം അടുത്ത ആക്കും പോകുമെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ 5 ഈക്വൽ, അപ്പോൾ സ്റ്റെപ്സ് എന്താണ്? ആദ്യം 5 ഈക്വൽ പാർട്ടാക്കുക എന്നുള്ളതാണ്
രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലാദ്യത്തെ 3 ഭാഗവും 2 ഭാഗമായിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5 ഈക്വൽ പാർട്ടായിട്ട് വീതിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ഈ പറഞ്ഞ 4,10,100 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിനെ 5 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പാർട്ട് എത്രയെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേ ഇൻറ്റു 3 ചെയ്താൽ എന്തറിയാൻ പറ്റും? അതിൻ്റെ 3 പാർട്ട് എത്ര? അതേപോലെ 4,10,100 ഇൻറ്റു ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു പാർട്ട് എത്രയെന്ന് അറിയാൻ പറ്റും അല്ലേ? ഒരു പാർട്ടിന് എത്ര എമൗണ്ട് വരണമെന്ന് അറിയാൻ പറ്റും. ഇൻറ്റു 2 ചെയ്താൽ 2 പാർട്ട് എത്രയെന്ന് അറിയാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ കാണുന്നൊരു സാധനം. എന്താണ്? 4,10,100 ഓക്കെ 3:2 ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ അവർ ചെയ്യുന്നത്, ഇപ്പോൾ അയൺമാന് കിട്ടേണ്ടത് 4,10,100 ഇൻറ്റു 3/5. അതിൻ്റെ അർത്ഥം എന്താടാ? ഈ പറഞ്ഞ എമൗണ്ടിനെ 5 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലെ 3 ഭാഗം എത്രയായിരിക്കും? ഇതാണ് ഇൻറ്റു 3/5. ഈ 5 എവിടെ നിന്നാണ് കിട്ടിയേ? ഈ 3യും ഈ 2വും കൂടെ ആഡ് ചെയ്തിട്ടാണ് കിട്ടിയത്. ഈ വീഡിയോ ഇത്ര നീട്ടിപ്പോകേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്തവർ മനസ്സിലാക്കണം. അതേപോലെ നമ്മൾ ആർക്കാണ്? താനോസിന് എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ അവർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടാവും 4,10,100 ഇൻറ്റു 2/5 എന്ന്. അതായത് രണ്ടാമത്തെ ആൾക്ക് 5ലെ 2 ഭാഗമെന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് എന്താ? അതിൻ്റെ അർത്ഥം എന്താടാ? 4,10,100 5 തുല്യ ഭാഗങ്ങളായിട്ട് വീതിച്ചാൽ അതിലെ 2 ഭാഗം അതെത്രയായിരിക്കും? മനസ്സിലായില്ലേ? ഇതാണ് നിങ്ങൾ സാധാരണ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്ന ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഇസ് ഈക്വൽ ടു 4,10,100 ഡിവൈഡഡ് ബൈ 5 ഓക്കെ ഇൻറ്റു 3 2,46,060 2,46,060. ഇവിടെയോ വീണ്ടും 4,10,100 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു? 5 ഈക്വൽ പാർട്ടുകളായി ഡിവൈഡ് ചെയ്തു ഇൻറ്റു 2 1,64,040 64,040 എന്ന് പറയുന്നതാണ് ആർക്ക് കിട്ടുന്നത്? ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് അയൺമാനിന് കിട്ടുന്നത് 2,46,060 രൂപയും താനോസിന് കിട്ടുന്നത് 1,64,040 രൂപയുമാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എവിടെ പോയി എഴുതാം? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് എഴുതാം. അപ്പോൾ നമുക്കറിയാം ഇപ്പം നിലവിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഒരു അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്ന വിധം ഇത് പലർക്കും ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴൊക്കെ ഞാൻ അക്കൗണ്ട് വയ്ക്കുക അപ്പോൾ ഞാൻ ഈ വിധം പറഞ്ഞാൽ പോകുന്ന എല്ലാ ക്ലാസ്സിലും അതാ ചെയ്യുന്നത്. റിപ്പീറ്റ് ദാറ്റ് ഇയർ. ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവാണ്. അപ്പോൾ ബാലൻസ് എവിടെ വരണം? നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരണം. കാര്യം രണ്ടിനെ ഈക്വൽ ആക്കുക എന്നതാണല്ലോ നമ്മൾ ടോട്ടലിംഗ് കൊണ്ട് അല്ലെങ്കിൽ ക്ലോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഞാൻ 2 സൈഡും ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വര വരയ്ക്കുകയാണ്. എന്നിട്ട് ഏതാ ഹയ്യസ്റ്റ് ടോട്ടൽ ഏതാണ്? നമുക്കറിയാം 4,50,000 എത്രയായിരുന്നു? 50,100. 50,100 ഹയ്യസ്റ്റ് ടോട്ടൽ എന്നറിയാം. അത് ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഡെബിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ എമൗണ്ട് എഴുതുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ഇവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഷെയർ എഴുതും. ഓക്കെ, ഇവർക്ക് വീതിച്ച് കൊടുക്കുമല്ലോ. അത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് ഒറ്റ വാക്കിൽ എഴുതി 2 വരെ എഴുതിയതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ഒറ്റ വാക്കിൽ എഴുതും. എന്നിട്ട്
നമ്മുടെ അയൺമാൻ എത്ര കിട്ടി? അയൺമാൻ എത്ര കിട്ടി? നമ്മൾ താഴെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴോട്ട് പോയിട്ട് 2,46,060. ഓ മൈ ഗോഡ്, 2,46,060. ഓക്കെ. ഇതേപോലെ മറ്റു പുള്ളിക്ക് എന്ത് കിട്ടി? താനോസ്, അദ്ദേഹത്തിന് കിട്ടി 1,64,040. 1,64,040. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നമ്മുടെ ടോട്ടൽ രണ്ട് സൈഡ് എന്താവും? 4,50,100. 4,50,100 മാറും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരുന്നത്. ഓക്കേടാ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഓൾ ഇൻകംസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി, എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. എക്സ്പെൻസ് ആണോ ഇൻകം ആണോ കൂടുതൽ നോക്കി. ഇൻകം ആണ് കൂടുതലെങ്കിൽ എന്താണ് അതിനർത്ഥം? ഇൻകം ആണ് കൂടുതലെങ്കിൽ അതിനർത്ഥം എന്താ? നമുക്ക് പ്രോഫിറ്റാണ്. എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ ലോസ് ആണ്. നോക്കിയപ്പോൾ ഇൻകം ആണ് കൂടി നിന്നത്, അപ്പോൾ പ്രോഫിറ്റാണ്. ആ കിട്ടിയ പ്രോഫിറ്റിനെ ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? ഷെയർ ചെയ്ത് കൊടുത്തു. അയൺമാനും കൊടുത്തു, താനോസിനും കൊടുത്തു. ഇനി ഇതെന്ത് ചെയ്യും? അവരവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. ഇതിൽ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാധിക്കുന്ന സാധനങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ അയൺമാൻ്റെ സാലറി അയൺമാൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം. അയൺമാന് കിട്ടിയ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അയൺമാൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം. അയൺമാന് കിട്ടിയ പ്രോഫിറ്റ് അയൺമാൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം. എങ്ങനെ കാണിക്കണം? ഇവിടെ അധികം കാടുകറി ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഇവിടെ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതല്ലേ. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ വന്നതെല്ലാം അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരും. ഇവിടെ ഇതൊക്കെ ഇവരുടെ ക്രെഡിറ്റ് സൈഡിൽ വന്ന സാധനങ്ങളല്ലേ. ഇതേ സാധനം നമ്മൾ എവിടെ എഴുതണം? അവരുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. നമ്മൾ അവരുടെ പേര് വെറുതെ ഇവിടെ എഴുതി പോയിട്ടേ ഉള്ളെങ്കിലും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേ സാധനം നമ്മൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് പഠിച്ചപ്പോൾ അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടായിരുന്നു അല്ലേ. എന്നിട്ടാണ് നമ്മളിത് പഠിക്കുന്നതേ ഉള്ളൂ. തിരിച്ചും ചിന്തിച്ചാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പഠിക്കുന്നത്. ഇതൊന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ. വീഡിയോ ഇട്ടപ്പം ആദ്യം രണ്ടാമത്തെ വീഡിയോ ഒന്നേ ഉള്ളൂ അല്ലേ. കാര്യങ്ങളെല്ലാം ഒന്നാണ്. ഓക്കെ. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കുക. സിമ്പിളാണ്. ബേസിക്സ് ഒക്കെ മാത്രമേ പറയുന്നുള്ളൂ. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, എന്ത് കാര്യം അറിയണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ ആവശ്യം കൺസിഡർ ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.